വൃത്തികെട്ടതിനെ പേര് നടക്കുന്നു. അവൻ സുന്നിയാണോ, വിശ്വാസമുണ്ടോ, അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ടോ, മുത്തുനബിയുടെ സ്നേഹിക്കുന്ന ആളാണോ, ആ പേരിൽ നമുക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഇതിങ്ങനെ പിടിച്ച് പാണ്ടക്കെട്ട് പേറി നടക്കുന്നവൻ എന്ത് കാര്യമുണ്ട്? പാവങ്ങൾക്ക് വിതരണം ചെയ്ത് കൊടുക്കാന്നല്ല, അതിങ്ങനെ പേര് കിടക്കുക. എത്ര കോടീശ്വരന്മാർ നമ്മളെ സമീപിക്കുന്നു രഹസ്യമായിട്ട്. സാധേതു അർക്കനട്ടാ വല്ലാത്ത പ്രയാസത്തിലാണ്. വലിയ വണ്ടിയിലാണെന്ന് ഇറങ്ങുക, റൂമിൽ വന്നിട്ട് നമ്മുടെ മുമ്പിൽ കരയും. എനിക്കറിയാം അവൻ ടെൻഷനിലാണ്, പൈസക്കാരനാണ് നമ്മുടെ മുമ്പിലൊക്കെ. ഉള്ളിന്റെ ഉള്ളിൽ ഉരുകുകയാണ്. ഈ ഭൂമിയെ സ്നേഹിച്ചവരാരും ആസ്വദിച്ചിട്ടില്ല. ഉറപ്പ്, ഉറപ്പ്. ഇത് വിശ്വസിക്കൂ നിങ്ങൾ. ദയവ് ചെയ്ത് ഭൂമിക്ക് വേണ്ടി കരയരുത്, ഇതിനെ പ്രേമിക്കരുത്. ഏതായാലും പിരിയാനുള്ളതല്ലേ. സ്നേഹമില്ലാത്തതിനെ പിരിയാൻ എന്ത് സുഖ, വെറുത്തതിനെ പിരിയാൻ എന്തൊരു സുഖമാണ്. നമ്മുടെ കൽബിൽ അത് എത്ര കണ്ടകന്നു പോകും അത്രയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളെ കൽബിൽ നിന്നത് മാറ്റി വെച്ച് നോക്കൂ. വീട് പണി പൂർത്തിയാവും, കടങ്ങൾ വിടും, വിഷമങ്ങൾ തീരും, എല്ലാം തീരും. അള്ളാഹു വഴികൾ തുറക്കും. അതിനവനാണ് വലുതെന്ന് നമുക്ക് തോന്നണം, അവനാണ് വലുതെന്ന് തോന്നണം. അതിന് അതല്ലാത്തതൊക്കെ ചെറുതാവണം. ഞാനൊരു ഉദാഹരണം പറയാം. അതല്ലാത്തതൊക്കെ ചെറുതായാലും എപ്പോഴാണെന്നറിയാം? ഗൾഫിൽ നിന്ന് നമ്മൾ കോടികൾ ബാങ്കിൽ വെച്ചിട്ട് ഗൾഫിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ പോരാണ്. നമ്മളെ ഫുൾ ക്യാഷ് നമ്മൾ ബാങ്ക് വഴി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. കോടീശ്വരനാണ് നമ്മൾ. മനസ്സിലുള്ള പ്ലാൻ മുഴുവൻ നാട്ടിൽ ചെന്നിട്ട് ആ ബിൽഡിങ് ഇങ്ങോട്ട്, ഈ ബിൽഡിങ് അങ്ങോട്ട്, മറ്റേ വീട് ഇങ്ങോട്ട്, ഇങ്ങോട്ട്, ഈ സ്ഥലം അങ്ങോട്ട്, ഇങ്ങനെ മറിക്കണ സ്ഥലം ഇങ്ങനെ മറിക്കുകയാണ് ഓനിങ്ങനെ ഇരുന്നത് ഫ്ലൈറ്റിൽ നിന്ന്. അപ്പൊ ആരോ പറഞ്ഞു വല്ല ദിക്റിയിൽ കൂടെ. മനുഷ്യൻ ഓരോ കാര്യം പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോൾ വല്ല ഗൗരവത്തിലിരിക്കുന്ന സമയത്ത് നീ സമയം കളയാൻ വെറുതെ. ബിൽഡിങ് മറിക്കുകയാണ് ബിൽഡിങ് മറിക്കുക. ആ സമയത്താണ് ഫ്ലൈറ്റിന് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ആളുകളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ അടിക്കാൻ തോന്നി. എന്താണ് ഒന്നുമില്ല ഇജി, ആ ബിൽഡിങ് ശരിയാക്കി. ഇവിടെ വണ്ടിക്ക് എന്തോ, ഫ്ലൈറ്റിന് എന്തോ കംപ്ലൈന്റ്. എന്താ കംപ്ലൈന്റ് എന്താണെന്ന് അറിയില്ല. അതിപ്പോ മൂന്നാണ് കേൾക്കുന്നത്. അവന്റെ കൽബിൽ നിന്ന് അവന്റെ ബിൽഡിങ് പോയി, അവന്റെ കണക്കൂട്ടലുകൾ മുഴുവൻ പോയി, അവന്റെ ബാങ്കിലെ എത്ര ബാലൻസ് ഉണ്ടെന്ന് അവന്റെ മനസ്സിലില്ല. എല്ലാം അതാ കൽബിൽ നിന്ന് ഭൗതികം ഇറങ്ങി. വീട്ടിൽ മക്കളില്ല, ഭാര്യയില്ല, ഒന്നുമില്ല, കൽബിൽ നിന്നെല്ലാം പോയി, കൽബ് കാലിയായി. അപ്പോഴാണ് അവർ പറയുന്നത് ഇനി രക്ഷക്കൊരു മാർഗമേ ഉള്ളൂ. ഉറക്കെ വിളിക്കുക നിഷ്കളങ്കമായി നമ്മെ പടച്ച റബ്ബിനെ. നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം. ആ സമയത്താണ് അവന്റെ കൽബിൽ മറ്റൊന്നുമില്ലാതെ മരണത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വലിയ അണ്ണൻ ലോറിയുടെ മുമ്പിൽ പെട്ട് ബ്രേക്ക് ചെയ്താൽ ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ, ഇടിച്ചു എന്ന് ഉറപ്പുള്ള ടൈം. വലിയ ഒരു ചുരത്തിന്റെ മുകളിൽ നിന്ന് സ്പീഡിൽ വരുന്ന വണ്ടിയിൽ ബ്രേക്ക് പൊട്ടി എന്നുറപ്പായി, മറിയുമെന്ന് തീർച്ചയായ ആ സമയം. അപ്പോ എന്റെ കുട്ടി എന്തെടുക്കുകയായിരിക്കും? എന്റെ ആ ബിൽഡിങ്ങിന്റെ വാടക പഹയൻ തന്നിട്ടില്ല. ഇന്ന് പോയിട്ട് അവനെ ശരിക്കും ഞാൻ കൈകാര്യം ചെയ്യും. എപ്പോ? ആ ടൈമിന് ഒരു ബിൽഡിംഗുമില്ല, ഒരു കുട്ടിയുള്ള, കൽബിൽ ഒന്നുമില്ല. ആ സമയത്ത് നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, വിളിക്കൂ അല്ലാഹു 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 അല്ലാഹു. ആ പോയിന്റിലുള്ള വിളി ഒരു ഒന്നൊന്നര വിളിയായിരിക്കും. ജീവിതത്തിൽ ഇങ്ങനത്തെ അവസരം എത്ര കിട്ടിയോ ആ ടൈമിലൊക്കെ നമ്മൾ നിഷ്കളങ്കരായി ആത്മാർത്ഥമായി ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അതാണ് ദിക്ർ. അത് കൽബ് കൊണ്ട് ചെല്ലണമെങ്കിൽ ഈ ഭൂമി കൽബിൽ നിന്ന് മാറി നിൽക്കണം. അതിന് അള്ളാഹു നമുക്ക് പേടിക്കണം. ഈ വാക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിന് അള്ളാഹു അപകടത്തിൽ നമ്മെ പെടുത്താതിരിക്കണം. വലിയ മാറാ രോഗം നമുക്ക് തരാതിരിക്കണം. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കുമ്പോ ഡോക്ടറും മറ്റുള്ളവരൊക്കെ പറയും 2 ദിവസമേ ഇനി ചാൻസ് ഉള്ളൂ, അതിന്റെ ഉള്ളിൽ അസ്തമിക്കുമെന്നത് ഉറപ്പ് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കുകയാണ് എപ്പോഴാ മരിക്കാം. ആ സമയം അള്ളാഹു നമുക്ക് തരുന്ന എന്തിനാണെന്നറിയോ? കൽബിൽ നിന്ന് ഈ ഭൂമിയോടുള്ള പ്രേമം അങ്ങ് മാറാൻ, തൗബയിലേക്ക് അടുക്കാൻ, എല്ലാം മറന്ന് റബ്ബിനെ ഒന്ന് വിളിക്കാൻ. അങ്ങനത്തെ അവസരം തന്നിട്ട് അള്ളാഹു നമ്മെ സ്നേഹിക്കും. അതില്ലാതിരിക്കാൻ ആ അപകടത്തിന്റെ മുമ്പ്, ആ രോഗം വരുന്നതിന്റെ മുമ്പ് ആ റബ്ബിനെ ആത്മാർത്ഥമായി ഓർക്കുക. അള്ളാഹു തൗഫീഖ്. അതിനുവേണ്ടി ഒരു അപകടം നമുക്ക് പറ്റില്ല, അതിനുവേണ്ടി ഒരു വിഷമം നമുക്ക് വരരുത്, അതിനുവേണ്ടി നമ്മൾ കടക്കാരാകരുത്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതെ എല്ലാം മറന്ന് അവനെ ഓർക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തും. ഈ വീട്ടുകാർ മുത്തഅല്ലിമീങ്ങളായ നമ്മെ സ്നേഹിച്ചു, സ്വീകരിച്ചു, ഭക്ഷണങ്ങളൊക്കെ തന്നു. അള്ളാഹു അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ
മരിച്ചുപോയവർ, ഞാൻ പറഞ്ഞല്ലോ അസ്തമിച്ചവർ, ഈ ഭൂമിയുമായി ഒരു ബന്ധവുമില്ലാത്തവർ, ഇവിടെ എന്ത് നടക്കുന്നു അത് അവരുടെ വിഷയത്തിൽപ്പെട്ടതല്ല. അവർ മറ്റൊരു ലോകത്താണ്. അള്ളാഹു അവരെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിക്കും. അള്ളാഹു അവരെ ഖബറിലേക്ക്